ഭരിക്കാൻ അറിയാത്ത ഒരുവന്റെ കയ്യിൽ ഭരണം ഏൽപ്പിച്ചാൽ ഒരു നാട് എത്രത്തോളം നശിക്കുമെന്നതിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരി അനുബന്ധ പ്രശ്നങ്ങൾ. പിണറായിയുടെ സ്വന്തം കണ്ണൂർ ലഹരിയുടെ ഹബ്ബായി മാറുമ്പോൾ ആഭ്യന്തരം നോക്കുകുത്തിയാവുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത്. വിദ്യാർത്ഥികളിലെയും യുവാക്കളിലെയും ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട് എന്ന വാർത്തകൾ അനുദിനം കേൾക്കുന്നതാണ്. ബോധവൽക്കരണവും നടപടികളും അത്ര കണ്ട് ഫലപ്രദമാകുന്നില്ല എന്നതാണ് കണക്കുകൾ പരിശോധിക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. കഞ്ചാവിന്റെയും അതിമാരക ന്യൂജൻ ലഹരിയുടെയും ഹബ്ബായി കണ്ണൂർ ജില്ല തുടരുകയാണ്. ഈ വർഷം ജനുവരി 1 മുതൽ നവംബർ വരെ എക്സൈസ് 485 മയക്കുമരുന്ന് കേസുകളും 1263 അബ്കാരി കേസുകളുമാണ് രജിസ്റ്റർ ചെയ്തത്. സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗത്തിലും വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 827.384 ഗ്രാം മെത്താഫെറ്റാമിനാണ് ഈ വർഷം പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത് 503.024 ഗ്രാം ആയിരുന്നു. മയക്കുമരുന്നുകളുമായി 486 പേർ ഈ വർഷം അറസ്റ്റിലായി. കഴിഞ്ഞ വർഷം 543 പേരാണ് പിടിയിലായത്. അബ്കാരി കേസുകളിൽ 945 പേരാണ് ഈ വർഷം അറസ്റ്റിലായത്. 60 വണ്ടികളും 6600 ലിറ്റർ സ്പിരിറ്റുമാണ് ഈ വർഷം പിടികൂടിയത്. പാൻ ഉൽപ്പന്നങ്ങൾ പിടികൂടിയതിൽ 4426 കേസുകളിലായി ഈ വർഷം എക്സൈസ് പിഴ ഈടാക്കിയത് 8.85 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 1 ലക്ഷത്തോളം രൂപ അധികമാണ് കിട്ടിയിരിക്കുന്നത്. തൊണ്ടി മുതലായി 1.12 ലക്ഷവും 30 മൊബൈൽ ഫോണുകളും പിടികൂടി. കണ്ണൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജില്ലയിലാകെ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഡാൻസാഫ് ഉൾപ്പെടുന്ന പോലീസ് സംഘം പിടികൂടിയ കണക്കിന് പുറമെയാണ് ഇത്. ജില്ലയിലെ പ്രധാന മയക്കുമരുന്ന് കടത്ത് സംഘത്തിൽപ്പെട്ട 2 പേർ കഴിഞ്ഞ മാസം പിടിയിലായിരുന്നു. പയ്യാമ്പലത്ത് ഫ്ളാറ്റിൽ ദമ്പതികൾ എന്ന വ്യാജേന താമസിച്ചു വരുന്നതിനിടെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലും കോഴിക്കോട്ടും ഉൾപ്പെടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു. ഇരുവരും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെങ്കിലും മൊബൈൽ ഫോൺ ഓഫാക്കിയായിരുന്നു യാത്രകളെല്ലാം. ബംഗളൂരുവിൽ നിന്ന് MDMAയുമായി വരുന്ന വഴി മൊബൈൽ ഫോൺ ഓണാക്കിയതോടെയാണ് വലയിലായത്. കഞ്ചാവുമായി പിടിയിലാകുന്നതിൽ ഭൂരിഭാഗവും ഒന്നിലേറെ കേസുകളിൽ പ്രതികളായവരാണ്. കഞ്ചാവ് കടത്ത് സ്ഥിരം തൊഴിലാക്കിയവർ ശിക്ഷിക്കപ്പെട്ടാലും വീണ്ടും കടത്തിനിറങ്ങുന്നത് വെല്ലുവിളിയാണ് എന്ന് എക്സൈസ് പോലീസ് അധികൃതർ പറയുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിലടക്കം തടവുകാർക്കിടയിലും കഞ്ചാവ് അവശ്യ വസ്തുവായിരിക്കുന്നു. നേരത്തെ ബീഡിയും സിഗരറ്റുമായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും കടത്തിയിരുന്നതെങ്കിൽ നിലവിൽ മയക്കുമരുന്നും കഞ്ചാവുമായി അത് മാറി. പച്ചക്കറികൾക്കൊപ്പവും മറ്റുമായി കടത്തുന്ന കഞ്ചാവ് ജയിൽ ഉദ്യോഗസ്ഥർ പിടികൂടുന്നതും പതിവാകുന്നു. കഞ്ചാവ് കടത്ത് ഒറ്റിക്കൊടുത്തുവെന്ന് ആരോപിച്ച് തടവുകാരനെ സഹതടവുകാരൻ മർദ്ദിച്ച സംഭവം പോലും ഉണ്ടായി. UP, ആന്ധ്രാപ്രദേശ്, മംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നാണ് ട്രെയിൻ മാർഗം കഞ്ചാവ് കൊണ്ടുവന്ന വിൽപ്പനക്കാർ സൂക്ഷിക്കുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിഞ്ഞ ദിവസം 6.5 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആളില്ലാതെ കിടന്ന ഒരു ചാക്കിൽ നിന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. 30,000 രൂപയോളം വില വരും ഇതിന്. ചെറിയ പൊതികളിലാക്കിയാണ് വിൽപ്പന. രാസലഹരി MDMAയുടെ വിൽപ്പനയും ജില്ലയിലെ ലഹരി വിതരണ സംഘങ്ങൾക്കിടയിൽ സജീവമാകുന്നു. തളിപ്പറമ്പ് കുറുമാത്തൂരിൽ ആഡംബര വാഹനത്തിൽ MDMA കടത്തുന്നതിനിടെ 2 യുവാക്കളെ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 5 മൊബൈൽ ഫോണുകൾ, പ്രതികൾ സഞ്ചരിച്ച വാഹനം എന്നിവ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കണ്ണൂർ റൂറൽ പോലീസ് മേധാവിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡാൻസാഫ് ടീമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. കൂട്ടുപുഴ സംസ്ഥാന അതിർത്തിയിൽ എക്സൈസും പോലീസും ചെറിയ വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ടെങ്കിലും കടത്തുന്നതിന്റെ 1/3 പോലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. മൈസൂരു, ബംഗളൂരു ഭാഗങ്ങളിൽ നിന്ന് എത്തിക്കുന്ന കഞ്ചാവ്, MDMA ഉൾപ്പെടെയുള്ളവ ഊടുവഴികളിലൂടെയും മറ്റും മലയോരത്തിന്റെ പ്രധാന ടൗണുകളിലേക്കും എത്തിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ കടകളിലും ബാങ്കുകളിലും നടത്തിയ പരിശോധനയിൽ വൻതോതിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. നഗരത്തിലെ കടകളിൽ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവ നിരോധിത ലഹരി വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എന്ന പരാതിയെ തുടർന്നാണ് ഹെൽത്ത് സൂപ്പർവൈസർ ബൈജുവിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. കോർപ്പറേഷന്റെ 5 ഡിവിഷനുകളിൽ നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഉടമസ്ഥതയിലുള്ള താൽക്കാലിക പെട്ടിക്കടകളിൽ നിന്നാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നത്. കേരളത്തിലെ കുട്ടികളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. സിഗരറ്റ്, പുകയില, മദ്യം, മയക്കുമരുന്ന് തുടങ്ങി അനേകം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുട്ടികളുടെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും സാമൂഹിക ജീവിതത്തിനും ഭീഷണി തന്നെയാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് നിരവധി കാരണങ്ങളുമുണ്ട്. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, കുടുംബ പ്രശ്നങ്ങൾ, സഹപാഠികളുടെ സ്വാധീനം തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നു.